എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ നാട്ടിൽ വന്നിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ പണിക്കാരും അവർക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇറങ്ങി വരികയാണ്. ഇവിടെ എന്താണ് പരിപാടി നോക്കാം. എന്തോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അമ്മ എന്താ ചായയൊക്കെ ഇടുന്നു. പിന്നെ ഇതാരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വല്യച്ഛനാണ്. വല്യച്ഛ ഒരു ഹായ് പറഞ്ഞേരെ. ഇത് വല്യമ്മച്ചി, അമ്മയുടെ ചേച്ചി. വല്യമ്മച്ചിയാണ്. ഇവര് കൊട്ടാരക്കരയിലാട്ടോ. ഇന്നലെ അച്ഛനും അമ്മയൊക്കെ കൂടെ കൊട്ടാരക്കരയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ആ കൂടെ അവരും കൂടി ഇങ്ങ് വന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലുള്ളൂ കുത്തിയോട്ടത്തിനാണ്. പിന്നെ ഇതാണ്ട് ഇവിടെ പന്തൽ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തൊട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇവിടുത്തെ മതിലൊക്കെ ഇടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കുത്തിയോട്ടം നടക്കാൻ പോകുന്ന പന്തല്. അപ്പോൾ 2 ദിവസത്തെയും കൂടെ പണിയുണ്ടെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ തീരും. കണ്ടോ, ഗുഡ് മോർണിംഗ്. എണീറ്റ് വന്ന വഴി കേട്ടോ ഒരാള്. പാത്തു ഉറങ്ങണോ? പാത്തു ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയാട്ടോ. പകലൊന്നും കാണാനേ ഇല്ല. ആകെപ്പാടെ രാത്രിയില് ഒരു 10 മണിക്ക് ശേഷമായിരിക്കും അവളെ കാണാൻ കിട്ടുന്നത് പോലും. ചേച്ചിമാരുടെ കൂടെ അങ്ങ് കളി. പിന്നെ കസിൻ്റെ വീട്ടിലാണ് അവള് ഫുൾ ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ ഇങ്ങോട്ട് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഈ ഒരു വരവ്. അടച്ചേക്കുക. അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ തന്നെ കുത്തിയോട്ടം വിളിക്കാനായിട്ട് പോവാട്ടോ. കുറച്ച് വീടുകളും കൂടി ഇനിയിപ്പോൾ കുത്തിയോട്ടം പറയാനുണ്ട്. നമ്മുടെ പന്തൽ അവിടെ ഇട്ടേക്കുന്ന കുത്തിയോട്ടം നടത്താനും ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ചന്ദ്രാമ്മയുടെ ബിജുവണ്ണൻ്റെ ഒക്കെ വീടാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പന്തലിട്ടേക്കുന്നത് കേട്ടോ. സമയം പോയി വേണ്ട. പാത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പാത്തു ഒരു ഗുഡ് മോർണിംഗ് പറയേ. പാത്തു ഓടുവാ. അപ്പൊ ഞാനും വല്യമ്മച്ചിയും കൂടെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിയാണ്. പിന്നെ രാവിലെ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തി അരയ്ക്കണം. സാമ്പാറില്ലേ? ഇല്ല, 2 ദിവസമായിട്ട് ഇവിടെ സാമ്പാറായിരുന്നു. അപ്പൊ ഇന്ന് സാമ്പാർ ഒഴിവാക്കി ഉച്ചക്കത്തേക്ക് വേറെ കറികൾ വെക്കുന്നു. അതുകൊണ്ട് അതിനുള്ളതെല്ലാം അരിഞ്ഞു വെക്കുക അല്ലേ വല്യമ്മച്ചി? ഇതിനും അമ്പലത്തിൽ പോവാട്ടോ രാവിലെ. പാത്തു വാടാ. പാത്തു ബാ, ഓടി വാ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേടാ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേടാ. മണിയൻ എവിടെ? എന്തി മണിയൻ? വിളിച്ചേ, മണിയനെ വിളി. അപ്പം നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആയിട്ടുണ്ട്. ദിനു അമ്പലത്തിൽ പോയിട്ട് വന്നു. അതാണ്ട് ഇതാരാ? ഇത് കുഞ്ഞാറ്റ ചേച്ചിയാണോ? അതാരാ? അത് പാത്തുവിന്റെ ആരാ? ഫ്രണ്ടാണോ? പിന്നെ ഇതാരാ? ഇത് അമ്മൂമ്മയാ. ഇത് വല്യമ്മച്ചിയാട്ടോ. വല്യമ്മച്ചിയുടെ പേരെന്താ? അമ്മൂമ്മയുടെ ഈ അമ്മൂമ്മയുടെ പേര് രാത്രി പറഞ്ഞ പേരെന്തോ? അമ്മാളു ചേച്ചിയുടെ അമ്മയാന്ന് കേട്ടോ. ഇത് വല്യമ്മച്ചി കേട്ടോ. ഇവിടെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ വല്യമ്മച്ചി. നമ്മുടെ വീഡിയോക്കകത്ത് വല്യമ്മച്ചി ആദ്യമാ. വല്യമ്മച്ചി ഇതാണ്ട് അവിയലിന് അരിയും കേട്ടോ. അതുകൊണ്ട് അരിയാനായിട്ട് എല്ലാരും വരും കുറച്ചു നേരം കൂടെ കഴിയുമ്പോ. അതുപോലെ ഇതാണ്ട് നമ്മുടെ ലത ചേച്ചി. ലത ചേച്ചി ഇപ്പൊ 2-3 വട്ടം അവിടെ വീഡിയോക്കകത്ത് വന്നു. കുംഭഭരണിയാന്ന് നിർത്തി പറയുന്നു. എന്താ മോനെ? കുംഭഭരണിയുടെ ആണോ അവിടെ? അത് ശരി. പണിക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഞാനും ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാൻ പോവാണേ. പാത്തു എന്നെ കഴിക്കുന്നേ? എന്നാ അത്? എന്നാ? തേങ്ങാ പപ്പടോ? പപ്പട പോളി. പപ്പട പോളി. എന്താണ്?
ഏത് ഇതാരാ? ഇത് ലതാമ. അമ്മൂമ്മയുടെ പേരെന്താ? അതാണ്ട് ഉഷാമ്മൂമ്മ വന്നല്ലോ. പാത്തു കുളിക്കാൻ ബാ. കിങ്ങിണി ചേച്ചിയും കുഞ്ഞാറ്റ ചേച്ചിയും ഒക്കെ കുളിച്ചതാ. ബാ. മോനെ പാത്തു അമ്മാളു ചേച്ചി വരുന്നതിന് മുന്നേ കുളിക്കാൻ ബാ. പാത്തു മതി വീഴും. തേങ്ങ ചിരണ്ടാ നമുക്ക് ഇവിടെ ആളെ കിട്ടിട്ടുണ്ട് കേട്ടോ. അവള് വന്ന പാടെ പണി കൊടുത്ത തേങ്ങ ചിരണ്ടാനായിട്ട് പ്രിയങ്ക. ഇതെല്ലാരും ഉണ്ട് കേട്ടോ. ചന്ദ്രാമ തോരൻ അരിയുന്നു. ചന്ദ്രാമേ വെല്ലുമ്മച്ചി അരിയുന്നു. പ്രവേന്റെ ഉണ്ട്. ഇതാണ്ട് അവിയൽ വെക്കുന്നു. അതെ, ഇതാണ്ടല്ലോ ചേച്ചി ലൈവായിട്ട് തേങ്ങ ചിരണ്ടിയത് മേടിച്ചോണ്ട് പോയി അരയ്ക്കുന്നു. അതെ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും തേങ്ങ എണ്ണ അറിയത്തില്ലെന്നല്ലേ. എന്റെ അടുപ്പില് അരി കിടന്ന് തിളയ്ക്കുന്നു കേട്ടോ. പാത്തു കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. പാത്തു ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ആരാ ഉള്ളേ? എന്നെ വേണ്ടേ? എന്നെ പറ്റിയേ? അത് സാരമില്ല. ഈ നിലത്ത് വീണതാന്ന് തോന്നുന്നു. മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് പറിച്ചോണ്ട് വന്നാണേ. അപ്പം എല്ലാവരും വീട്ടിലുള്ള സമയത്ത് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്നലെ ഒന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഇവിടെ അമ്മയൊന്നും വിളിക്കാൻ പോയിരുന്നതുകൊണ്ട് മൊത്തത്തിൽ ജോലിയായിരുന്നു. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തുണി തയ്ക്കാൻ കൊടുക്കാന്നോർത്തങ്ങ് ഇറങ്ങുക. അങ്ങനെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആത്തു കാണാതായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ പിന്നെ കളിക്കാൻ ചേച്ചിമാരും പിള്ളേരും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബ്ലൗസ് 26-ാം തീയതി ആകുമ്പോഴത്തേക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത്യാവശ്യം കാര്യം ചെയ്തുകൊണ്ട് അവർ പെട്ടെന്ന് തയ്ച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. അവിടെ ഇപ്പം എന്തായി എല്ലാം ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഒത്തിരി പേരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മുടെ റിലേറ്റീവ്സായിട്ടും നെയ്ബേഴ്സായിട്ടും ഒക്കെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീരും. എന്തൊടുക്കുമായിരുന്നു? അമ്മ ചേച്ചി വന്നോ? എന്താണ് എന്താ മിണ്ടാത്ത? അമ്മേ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പോയതാട്ടോ. വെള്ളം കുടിച്ചോ? നമുക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും. അതാ. ബാ വല്ലതും കഴിച്ചിട്ട് അമ്മ ഉറക്കാം. ബാ. വേണ്ടേ? എല്ലാരും ഉഴുന്നോടെയും പരിപ്പോടെയും ഒക്കെ കഴിക്കും കേട്ടോ. വല്യമ്മച്ചി എന്നാ കഴിക്കുന്നേ? ഉഴുന്നോടെയാണോ? അതുകൊണ്ട് രസം വെക്കുന്നില്ല. തേക്ക ആരുമില്ല, വീഡിയോയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, രസം, മാങ്ങ അച്ചാറ്, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് തോരൻ, മോരുകറി, അവിയൽ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ.
ചേച്ചി വേറെ ഒരു തവി വന്നു. എന്റെ വെല്ലിച്ചനും ഉണ്ട്. മോനെ ഇതിൽ അവിയലില്ലടാ. ഇരുന്നോ? അടുത്ത ട്രിപ്പ് ഇരുന്നിട്ടുണ്ടേ. ഇത് വെല്ലിച്ചനാ കേട്ടോ. വെല്ലിച്ച, ഇത് വിവേകേട്ടൻ. വിവേകേട്ടൻ എല്ലാം വെച്ചത് വിവേകേട്ടനാന്നോ? പിള്ളേര് ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പാത്തു പായസം ചോറുണ്ട് മാത്രം. പെണ്ണുങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ ലാസ്റ്റ് വന്തില് ഞങ്ങൾ ഇരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. ഇത് കൃഷ്ണ ചേച്ചി. കൃഷ്ണ ചേച്ചി അമ്മ പിന്നെ പറയണ്ടല്ലോ, അറിയാം.